ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ എല്ലാ ദിവസത്തെയും പോലെ നമ്മുടെ കാറിലുള്ള യാത്രയല്ല, ഇത്തവണ ഇത്തിരിയുടെ കൂടിയ ഒരു ട്രിപ്പാണ്. ബസ്സിലാണ് ട്രിപ്പിന്റെ കൂടെ ഏകദേശം 19ഓളം കൂട്ടുകാരുണ്ട്. യൂറോപ്പിലെ അതിമനോഹരമായ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നായിട്ടുള്ള പെബിൾ ബീച്ച്, ഡഡിൽ ഡോർസെറ്റ് എന്നാണ് അതിന് പറയണത്. അത് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു വാതിലിന്റെ പോലെയുള്ള ഒരു ഷേപ്പില് ആണ് അതിന്റെ രൂപകൽപ്പന. അപ്പോൾ ഒത്തിരി അധികം സിനിമകളിലും ആൽബങ്ങളിലും ഒക്കെ ആയിട്ടൊരു സംഭവമാണത്. അപ്പൊ അങ്ങോട്ടേക്ക് ഫാമിലി ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് UK വന്നിട്ട് പുതുതായിട്ട് കൂടിച്ചേർന്ന ഒരു സുഹൃത്ത് വലയം തന്നെയുണ്ട്. ആ സുഹൃത്തുക്കൾ എല്ലാവരും അവരവരുടെ കുടുംബങ്ങളുമായിട്ട് ഞങ്ങൾ ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവുകയായിരുന്നു. മാസങ്ങളോ വർഷങ്ങളോ ഒന്നും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നില്ല. തിങ്കളാഴ്ച രാവിലെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു, നമുക്കിങ്ങനെ ഒരു ട്രിപ്പ് പോയാലോ, ബസ് വിളിച്ച് പോവാം, കൂടുതലായിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് 36 ബസ്സിന്റെ ട്രിപ്പാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ പോയി വന്നപ്പോൾ 57 സീറ്ററിന്റെ ബസ്സിൽ പോകാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. 5 പേര് ചേരുന്ന ഒരു കുടുംബം, ഒരു ഫാമിലി ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് കുറെ നാൾ മുമ്പ് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഗ്രൂപ്പായിട്ടുള്ള ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു, പെട്ടെന്നുള്ള ട്രിപ്പായിരുന്നു. തുടങ്ങി ഞങ്ങൾ ഡ്രൈവറിന് നമ്മളൊരു ബൊക്കെയൊക്കെ നൽകിയിട്ടാണ് ഇവിടുത്തെ യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ ഡ്രൈവറിനെ വളരെയധികം റെസ്പെക്റ്റോട് കൂടിയാണ് ഇവിടെയുള്ളവരെല്ലാവരും ഡ്രൈവർ ജോലിക്കാരെ കാണുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ പുള്ളിക്കാരനൊരു ബൊക്കെയൊക്കെ വാങ്ങിക്കൊടുത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ സീനിയർ ആയിട്ടുള്ള കുട്ടമ്പഴക്കാരൻ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ ചേച്ചി ഞങ്ങൾക്ക് ആ ഫ്ലവർ ബൊക്കെ വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. സിബി അവർക്കത് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സീറ്റ് ബെൽറ്റ് ഊരാമോ എന്ന് അദ്ദേഹത്തിനോട് പെർമിഷൻ ചോദിച്ച്, നിയമപരമായിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പോകാറുള്ള ആ ഒരു ട്രിപ്പും നൊസ്റ്റാൾജിയും ഒക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പതുക്കെ ഓരോരുത്തരായിട്ട് സീറ്റിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. ഉണ്ണി എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു ഗായകനാണ്. അദ്ദേഹത്തിന്റെ വെൽക്കം സോങ്ങും മോളുടെ വക ഇൻട്രൊഡക്ഷനും അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ ഞങ്ങൾ നല്ലൊരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. ലൈറ്റ് മ്യൂസിക്കിൽ തുടങ്ങി റാപ്പ്, പോപ്പ് മ്യൂസിക് വരെ എത്തുന്ന രീതിയിൽ വണ്ടിക്കകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തകർക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ആ ഒരു സെറ്റപ്പ് നമ്മൾ നാട്ടിലൊരു കല്യാണത്തിന്റെ വിരുന്നൊക്കെ പോകുന്ന, പണ്ട് കല്യാണത്തിന്റെ വിരുന്ന്, സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു കുട്ടികളെല്ലാവരും തകർത്ത് പാടി ആയിരുന്നു യാത്രയിൽ ഉടനീളം. ഇവിടുന്ന് ഞങ്ങൾക്ക് 4.5 മണിക്കൂറാണ് കാറിന് കാണിച്ച ഗൂഗിൾ മാപ്പ്. അപ്പൊ ഏകദേശം ആ 4.5 മണിക്കൂറിന് പകരം 5-5.25 മണിക്കൂറോളം ഞങ്ങൾക്ക് യാത്രാ സമയമായി. കാരണം അതിൻ്റെ ഇടയിൽ നമ്മളൊരു ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തി. 4.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡ്രൈവർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 3/4 മണിക്കൂർ ബ്രേക്ക് കൊടുത്തോളണമെന്നാണ് ഈ രാജ്യത്തെ നിയമം. അപ്പൊ 9 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഷിഫ്റ്റിൽ ഒരാൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് 8.25 മണിക്കൂർ ആണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ബാക്കി 3/4 മണിക്കൂർ അദ്ദേഹത്തിന് ബ്രേക്ക് ആയിരിക്കണം. ചില അതിമനോഹരമായിട്ടുള്ള ഇന്റർസെക്ഷനുകളും റോഡുകളും ഹൈവേകളൊക്കെ ശരിക്കും നമുക്ക് ബസ്സിൻ്റെ അകത്തിരിക്കുമ്പോൾ കുറച്ചും കൂടി കാറിലിരിക്കുന്നതിനേക്കാളും സെറ്റപ്പായിട്ട് വീഡിയോ എടുക്കാനും, അതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബസ്സിൻ്റെ ഡ്രൈവർ ഞങ്ങൾ ബ്രേക്കിന് ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ സൈഡ് മിററായിട്ട് ഈ ബസ്സിന് കണ്ണാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സൈഡിൽ കണ്ണാടിക്ക് പകരം ക്യാമറകളുടെ സ്ക്രീനുകളാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു 3 സ്ക്രീൻ ഉണ്ട്. 360 ഡിഗ്രിയും ഈ ഡ്രൈവർക്ക് വാഹനത്തെ കാണാൻ പറ്റും, വാഹനത്തിന്റെ സൈഡ്. ഇനി സൈഡ് ചേർന്ന ഏതെങ്കിലും കാറോ വണ്ടികളൊക്കെ നമ്മുടെ വാഹനത്തിനോട് ചേർന്ന് വരുവാണെങ്കിൽ ഡ്രൈവർക്ക് പി എന്നുള്ള അലാമും അടിച്ച് കാണിച്ചു കൊടുക്കും. അദ്ദേഹത്തിന് അറിയാൻ പറ്റും അപ്പൊ സൈഡിൽ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോന്ന്. തുടങ്ങിയത് ഉണ്ണിയാണെങ്കിലും
കൂടെ പാടാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. രാഘവ താളമ ശ്രുതിയോ ഒന്നും നോക്കാതെ എല്ലാവരും പാടി ആസ്വദിക്കുകയായിരുന്നു. നമ്മുടെ ബസ്സിൽ ചെറിയ ഒരു ടോയ്ലറ്റും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ടോയ്ലറ്റും സംവിധാനങ്ങളൊന്നും നമുക്കൊരു ലോങ് ട്രിപ്പിന് ബ്രേക്ക് ആയിട്ട് പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബ്രേക്ക് സോൺ ഉണ്ട്. ബ്രേക്ക് സോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു സർവീസസ് ആണ് ഇവിടെ പറയുന്നത്. കൂട്ടമ്പുഴ, ചേലാട്, കോതമംഗലം, ലണ്ടൻ വഴി പുന്നേക്കാട്, കേറിക്കോ സമയം കളയണ്ട. മോട്ടോർവേയുടെ സൈഡുകളിലാണ് ഇങ്ങനെയുള്ള സർവീസസ് ഉണ്ടാവുക. അത്യാവശ്യം നമുക്ക് ഫ്രഷ് ആവാനും ബാത്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനും പെട്രോൾ അടിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളാണ് ഈ സർവീസസുകളിൽ ഉണ്ടാവുക. ഭക്ഷണം കഴിച്ചതിന്റെ ആ ഒരു എനർജി പിന്നീട് അങ്ങോട്ട് ബസ്സിനെ തകർക്കുകയായിരുന്നു. അവസാനം സത്യം പറഞ്ഞു കഴിഞ്ഞാല് പുറത്തുനിന്നുള്ള ആളുകൾ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ പിടിച്ച് നമുക്ക് വെഹിക്കിൾ ഇൻസ്പെക്ടറോടൊക്കെ കംപ്ലൈന്റ് ചെയ്യുമോ, പിന്നീട് ഫൈൻ വരുമോ എന്നൊക്കെയുള്ള ഒരു ഭയം കാരണം ഞങ്ങൾ കർട്ടനൊക്കെ ഇട്ടിട്ടാണ് തുള്ളിയത് കേട്ടോ. അതിനുശേഷം നമ്മൾ മോട്ടോർവേന്ന് ഡീവിയേറ്റ് ചെയ്തതിന് ശേഷം ഡ്യുവൽ കാരേജ് വേ എന്ന് പറഞ്ഞ ഇവിടുത്തെ റോഡുകളാണ് ഉള്ളത് അങ്ങേയറ്റം വരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ റോഡുകളുടെ രണ്ട് സൈഡിലും നല്ല ഗോതമ്പ് കൃഷിപ്പാടങ്ങളാണ്. ഓരോ വ്യക്തികളുടെ കൃഷിസ്ഥലങ്ങളാണ് ഇതെല്ലാം. അത്ര കണ്ണെത്താത്ത ദൂരത്തോളം കൃഷിസ്ഥലങ്ങളാണുള്ളത്. അത് ഗോതമ്പാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഗോതമ്പ് തന്നെ, ചോളമാണ് കൃഷി ചെയ്യണമെങ്കിൽ ചോളം തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറി ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കൃഷി സ്ഥലങ്ങളുടെ വീഡിയോകളിലൊക്കെ ഉള്ള പോലെ തന്നെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇതെല്ലാം കേട്ടോ. ജൊനാറ്റോ എന്നാണ് നമ്മുടെ ഡ്രൈവറുടെ പേര്. അദ്ദേഹം 12 വർഷത്തോളമായി UK ബസ് ഓടിക്കുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഡ്ലോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ കൃത്യമായിട്ട് ആ ലൊക്കേഷൻ പാർക്കിംഗ് സോണൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ പുള്ളി പറയുകയാണ് മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, ബസ്സിന് അങ്ങോട്ടേക്കുള്ള എൻട്രി ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ അവിടെ ഇറക്കി വിട്ടു. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് സ്കൂളിലെ ടീച്ചർമാരൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന പോലെ വനത്തിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു വാഗമണ്ണിൽ പോയിരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. കോട മഞ്ഞും സത്യം പറയാലോ ശരിക്കും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു അതെല്ലാം. ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ എത്ര മനോഹരമായിട്ട് വൃത്തിയോടെ സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് പ്ലാനിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റുകൾ, എത്രയാ വേസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് കുപ്പികളായിക്കോട്ടെ, വെള്ളത്തിൻ്റെ ഇതായിക്കോട്ടെ, കവറുകളായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിക്ഷേപിക്കാനായിട്ട് പ്രത്യേകം സോണുകളും ബിന്നുകളും എല്ലാം കളർ കോഡ് അനുസരിച്ചിട്ട് തിരിച്ചിട്ടുണ്ട്. സമ്മർ ആയതുകൊണ്ടും അതുപോലെ തന്നെ പുല്ലുകളൊക്കെ ഉണങ്ങിക്കിടക്കുന്നതും ഇത്ര മുട്ടക്കുന്നല് പോലെയുള്ള സ്ഥലങ്ങളായതുകൊണ്ടും സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ടും തീപിടുത്തം ഉണ്ടാകാതിരിക്കാനായിട്ട് അവർ അവിടെ പ്രത്യേകം ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ടോയ്ലറ്റ് എത്ര ദൂരത്താണ് ഉള്ളത്, അതുപോലെ തന്നെ അവസാനത്തെ വേസ്റ്റ് ബിന്ന് എത്ര ദൂരത്താണ് എന്നുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇറങ്ങി വരുന്ന ഭാഗമൊക്കെ നമുക്ക് ആദ്യമായിട്ട് വന്നതുകൊണ്ടായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത രീതിയിലാട്ടോ നമുക്ക് ഫീൽ ചെയ്തത്. കാരണം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇത്രയധികം താഴ്ചയുള്ള ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു പ്രദേശത്ത് ഇവരൊരു ഫെൻസ് പോലും കെട്ടിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇവിടെ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു 10 പേരെങ്കിലും ഉരുണ്ടിയാടി നമ്മൾ സാഹസികമായിട്ടുള്ള ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപകടങ്ങളൊക്കെ ഉണ്ടായതിനെ കുറിച്ചിട്ട് ബോർഡുകളും വാണിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സുരക്ഷിതത്വം എന്നുള്ളത് അല്ലെങ്കിൽ സുരക്ഷ എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഒക്കെ കാണാൻ പറ്റും ഇത് എത്ര മനോഹരമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അറിയാമോ. നമുക്ക് അവിടെ ചെന്നിട്ട് ആകെ തോന്നിയ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും പൊക്കത്തിന്റെ സൈഡിൽ ഒരു ഫെൻസ് പോലും, ഒരു സുരക്ഷിതമായിട്ടൊരു കൈവരി പോലും അവർ കെട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് കെട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആ നാച്ചുറൽ ബ്യൂട്ടി നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു.
കടലിലേക്ക് നിൽക്കുന്ന ഒരു വാതില്, ഒരു കമാനം. ഞങ്ങളുടെ നാട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കോട്ടവാതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടവാതിൽ പടി എന്നുള്ളതിന്റെ പേരിലായിരുന്നു പണ്ട് കോട്ടപ്പടിയൊക്കെ അറിയപ്പെടുന്നത്. കോതമംഗലം കോട്ടപ്പടി, മലപ്പുറം കോട്ടപ്പടി എന്നൊക്കെ. അപ്പൊ ഇവിടെ വരിക, സെൽഫി എടുക്കുക, ഇങ്ങനെയുള്ള പെബിൾ ബീച്ചാണ്, മണലല്ല, സാൻഡി ബീച്ച് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇവിടെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അത് തന്നെയല്ല, നമുക്കാണെങ്കിലും വെള്ളത്തിലിറങ്ങി കുളിക്കാം. നീന്തി കുളിക്കുന്നവരുണ്ട്. നീന്തൽ അറിയാവുന്നവർക്ക് ഒരു ലൈഫ് ഗാർഡോ ഒന്നുമില്ല ഇവിടെ ഒന്നും. പക്ഷെ എല്ലാവരും അവരവരുടെ സുരക്ഷിതത്വം നോക്കിയിട്ട് ഇറങ്ങുക, കുളിക്കുക, മണലിൽ കിടന്ന് ഉരുളുക. എൻ്റെ കുഞ്ഞനാണിത്, എൻ്റെ ചെറുതാണിത്. അവനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്നല്ല, അവനും മണ്ണിൽ കിടന്ന് ഉരുളുന്നു. അതുപോലെ തന്നെ വലിയ പ്രായമായിട്ടുള്ളവരും മണ്ണിൽ കിടന്ന് ഉരുളുന്നു. തുണി ഉടുത്ത് വെള്ളത്തിൽ ചാടുന്നു, തുണി ഉടുക്കാതെ വെള്ളത്തിൽ ചാടുന്നു. ഞങ്ങളാരും ഇവിടുത്തെ ഈ ബീച്ചിൽ, ഡെഡലോറിലുള്ള ബീച്ചിൽ ഞങ്ങളാരും ഇറങ്ങിയില്ല. കാരണം ഞങ്ങൾക്ക് അടുത്ത ട്രിപ്പ് അടുത്ത ബീച്ചിലേക്കായിരുന്നു. ഇതിനോട് അടുത്ത് തന്നെ വേറൊരു ബീച്ചുണ്ട്, അവിടേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. പക്ഷെ ഞങ്ങൾ മുകളിൽ കയറി വരുമ്പോൾ നമുക്ക് നമ്മുടെ വാഗമണിലൊക്കെ കാണുന്ന പോലത്തെ, അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ കാണുന്ന പോലെ നല്ല മഞ്ഞ് വീണ് തുടങ്ങിയായിരുന്നു കേട്ടോ. ശരിക്കും സമ്മർ സീസൺ ആയിട്ട് പോലും മഞ്ഞ് വീണ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ച് കയറ്റം കയറി വന്നത്. കൃത്യസമയത്ത് തന്നെ നമ്മൾ ഡ്രൈവറോട് വിളിച്ചു പറഞ്ഞു, പാർക്കിംഗ് ഇതിനോട് ചേർന്നിട്ടല്ലായിരുന്നു. പുള്ളിക്കാരൻ വണ്ടി എടുത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വണ്ടിയിൽ കയറി. ഈ തിരിച്ച് വണ്ടിയിൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ബോൺമൗത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. ഈ ബോൺമൗത്ത് ബീച്ച് എന്ന് പറഞ്ഞാൽ സാൻഡി ബീച്ചാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമ്മൾ റെയിൽവേ ക്രോസിംഗിൽ കിടന്നു. ഈ റെയിൽവേ ക്രോസിംഗിൽ കിടന്നപ്പോൾ ചെറിയൊരു കാര്യം നമ്മുടെ നാടായിട്ട് കമ്പയർ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 മിനിറ്റ് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നതിന് ശേഷമാണ് ട്രെയിൻ കടന്നു പോയത്. ഈ 2 മിനിറ്റിന് നമ്മുടെ മുമ്പിൽ ഒരു കാർ മാത്രമേ കിടക്കുന്നുള്ളൂ. ഓപ്പോസിറ്റ് ഒരു 1-2 കാർ വരുന്നുണ്ട്. അപ്പൊ ഈ ട്രെയിൻ കടന്നു പോകാനായിട്ട് നമ്മൾ കുറച്ചു നേരം 2 മിനിറ്റ് കിടന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ട്രെയിൻ അങ്ങ് കടന്നു പോയതിനു ശേഷം ഒരു 30 സെക്കൻഡ് പോലും എടുക്കുന്നതിന് മുമ്പ് റെയിൽവേ ഗേറ്റ് ഓപ്പൺ ആയി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം. ഏകദേശം ഒരു 5 മിനിറ്റ് എങ്കിലും കഴിഞ്ഞാലാണ് നമ്മുടെ നാട്ടിലേക്ക് ഒരു റെയിൽവേ ക്രോസിംഗിൽ ഒരു ട്രെയിൻ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയി കിട്ടുള്ളൂ. ഇനി ഈ റെയിൽവേ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്കൂടെ സൈക്കിള്, ബൈക്ക്, കാറ് അങ്ങനെ എല്ലാവരും കുത്തി കടത്തി തിക്കും തിരക്കും അല്ലേ ഉണ്ടാവും. ഇത് നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും, ഓരോ കാറും അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ റെയിൽവേ ഗേറ്റ് കടന്നു പോയത് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ലൊക്കേഷൻ നമ്മുടെ ബോൺമൗത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ച്. അത് ഈ ഡെഡലോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 25 മൈൽ ദൂരത്തിലാണ് ഈ ബോൺമൗത്ത് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഡെഡലോറിലേക്ക് പോയ സ്ഥിതിക്ക് നമുക്ക് ഈ ബോൺമൗത്ത് ബീച്ചിൽ പോയി, സാൻഡി നമ്മുടെ നാട്ടിലെ പോലത്തെയുള്ള ബീച്ചാണ്, പിള്ളേർക്ക് കുളിക്കാം, എല്ലാവർക്കും കുളിക്കാം എന്നുള്ള ഒരു പ്ലാനിങ് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഡ്രസ്സ് എല്ലാം എടുത്തു. നനഞ്ഞ ഡ്രസ്സ് ഇടാനായിട്ട് പ്രത്യേകം കവറുകൾ എടുത്തു. മുഷിഞ്ഞ ഡ്രസ്സ് ഇടാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ലൈനർ എടുത്തു. അങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാം പ്ലാൻഡ് ആയിരുന്നു. ശരിക്കും കൊച്ചുങ്ങളായിട്ടുള്ള ഒരു ഫീലിങ്സ്. നമ്മളെല്ലാവരും വെള്ളത്തിൽ കൂടെ ചാടി. ഞങ്ങളെല്ലാവരും ഒരു 50 പേരുണ്ടായിരുന്നതിൻ്റെ അകത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 40 പേരും വെള്ളത്തിൽ ചാടി അർമാദിച്ച് കുളിച്ച് കുന്തളിക്കാന്നൊക്കെ പറയില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ചെറുപ്പത്തിലെ ഉള്ളൊരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് എല്ലാം വന്നു. നാട്ടിൽ നമ്മൾ കടലിലൊക്കെ പോകും, അല്ലെങ്കിൽ ചെറായി ബീച്ചിലൊക്കെ പോയി കിടന്ന്, നമ്മൾ മാരാരി ബീച്ചിലൊക്കെ പോയി കിടന്ന് നമ്മൾ ചാടാറുണ്ടല്ലോ. അതുപോലെ പെൺകൊച്ചുങ്ങളാണെന്നോ ആൺകുട്ടികളാണെന്നോ ഒരു തിരിവും ഇല്ലാതെ എല്ലാവരും ആസ്വദിച്ച് തന്നെയാണ് കുളിച്ചത് കേട്ടോ. അത്യാവശ്യം ഭംഗിയായിട്ട് ബീച്ചിൽ കുന്തളിച്ച് കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് പോയത് ബോൺമൗത്ത് പിയർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോപ്പിലേക്കാണ്. അതും ഈ പറഞ്ഞ ബീച്ചുമായിട്ട് ഏകദേശം 2 മൈലിന്റെ ദൂരമുള്ളൂ. നമ്മൾ അവിടെ നിന്ന് കയറി അടുത്ത സ്ഥലത്ത്. ഈ ബീച്ചിലൊക്കെ നമുക്ക് കുളിക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒന്നും പൈസ കൊടുക്കേണ്ടതായിട്ടും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോയത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലേക്ക് കുറേ ഇങ്ങനെ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ കാലുകൾ നിൽപ്പുണ്ട് അതിൻ്റെ. അതുപോലെ ഇവിടെ നല്ല ഭംഗിയായിട്ടാണ് അവരത് സെറ്റ് ചെയ്തേക്കണത്. നമുക്ക് രാത്രി ആയതുകൊണ്ടും ഭക്ഷണം വാങ്ങാനായിട്ട് ഞങ്ങൾ പോയതുകൊണ്ടും വീഡിയോ കുറച്ച് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നിരുന്നാലും ഈ പറഞ്ഞ 2 സ്ഥലങ്ങളും മനോഹരമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി ഈ പെയറിൽ അത്യാവശ്യം ആകാശ ഊഞ്ഞാല്, കൊച്ചുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഡോർ ഗെയിംസുകൾ, ഔട്ട്ഡോർ ഗെയിംസുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ആൻഡ് സ്ലൈഡ്, അങ്ങനെ ഒത്തിരി ഗെയിം സോണുകൾ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇന്ന് രാത്രി 9:30 ഞങ്ങൾ തിരിച്ചു പോരുമായിരുന്നു. പോരുന്ന വഴിയിൽ മക്ഡൊണാൾഡ്സ് ഭക്ഷണം കഴിച്ച് രാത്രി 2 മണിക്കാണ് വീട്ടിലെത്തിയത്. വീണ്ടും മറ്റൊരു യാത്രയായിട്ട് കാണാം. എല്ലാവരോടും ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.